10ാം ക്ലാസ്സിലെ ഐടിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ കമ്പ്യൂട്ടർ ലാംഗ്വേജ് അഥവാ കമ്പ്യൂട്ടർ ഭാഷ. ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പൈത്തൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പല ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കാം. ആദ്യം തന്നെ റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ഫീൽഡ് ഇഫ് ഇറ്റ്സ് ലെങ്ത് ഈസ് 120 മീറ്റർ ആൻഡ് വിഡ്ത്ത് ഈസ് 50 മീറ്റർ. അതായത് ഒരു മൈതാനത്തിന്റെ നീളം 120 മീറ്ററും വീതി 50 മീറ്ററുമായാൽ അതിന്റെ പരപ്പളവ് മീൻസ് അതിന്റെ ഏരിയ കാണുന്നതിനുള്ള പൈത്തൺ പ്രോഗ്രാം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് തയ്യാറാക്കി നോക്കാം. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കോഡ് തന്നിട്ട് അതിൽ ചേഞ്ചസ് വരുത്താനും ചോദിക്കാം. അപ്പോൾ എന്തായാലും നമുക്കിത് ടെക്സ്റ്റ് എഡിറ്ററിലും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഐഡിയിലും തയ്യാറാക്കാൻ പറ്റും. നമ്മൾ രണ്ടും ഇവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് ഐഡിയലി ഓപ്പൺ ചെയ്യാം. ഐഡിൽ എന്നൊക്കെ വിളിക്കുന്ന ഐഡിയലി ഓപ്പൺ ചെയ്യാം. താഴെ ഷോ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ആവശ്യമായുള്ള ആപ്ലിക്കേഷൻസ് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ഐഡിയലി എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു ഐഡിയലി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കിട്ടി. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ അല്ല നമ്മൾ ടൈപ്പ് ചെയ്യുക. ഫയലിൽ ന്യൂ ഫയൽ എടുക്കണം. ഫയലിൽ ന്യൂ ഫയൽ. അപ്പോൾ കിട്ടുന്നതാണ് എഡിറ്റർ വിൻഡോ. ഈ എഡിറ്റർ വിൻഡോയിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നത്. ചോദ്യം നോക്കാം. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് മൈതാനത്തിന്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ, ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, സിമ്പിൾ ആണ്. നീളം ഇൻറ്റു വീതി, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. അപ്പോൾ ലെങ്ത്തും തന്നിട്ടുണ്ട്, വിഡ്ത്തും തന്നിട്ടുണ്ട്. അത് രണ്ടും തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഏരിയ കിട്ടും. സിമ്പിൾ അല്ലേ? ആദ്യം നമുക്ക് 120 എന്ന് പറയുന്ന ലെങ്ത്തിനെ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. ഈ ലെങ്ത് എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡാറ്റ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഈ ലെങ്ത് എന്ന് തന്നെ കൊടുക്കണമെന്നില്ല, വെറും L എന്ന് മാത്രം വേണ്ടിക്കൽ കൊടുക്കാം. ചിലപ്പോൾ LEN എന്ന് കൊടുക്കാം, ലെങ്ത് എന്ന് അങ്ങനെ കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ മാക്സിമം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വേരിയബിൾ നെയിം കൊടുക്കാം. വേരിയബിൾ നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തിയറി എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ നിങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്പേഴ്സ് ഒന്നും സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കരുത്. അതായത് 1 ലെങ്ത് 2 ലെങ്ത് അങ്ങനെ നമ്പറിൽ വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. നമ്പേഴ്സ് വേണമെങ്കിൽ അതിൻ്റെ ലാസ്റ്റോ അല്ലെങ്കിൽ മിഡിലോ കൊടുക്കുന്നതിന് ഇഷ്യൂ ഒന്നുമില്ല. സ്റ്റാർട്ട് ചെയ്യരുത്. എപ്പോഴും ലെറ്റർ വെച്ചിട്ടായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ അണ്ടർസ്കോർ ഒഴികെയുള്ള സ്പെഷ്യൽ സിമ്പിൾസ് ഒന്നും ഉപയോഗിക്കരുത്. ക്വസ്റ്റ്യൻ മാർക്ക് പോലുള്ള സ്പെഷ്യൽ സിമ്പിൾസ് ഉപയോഗിക്കരുത്. അണ്ടർസ്കോർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ആ രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. ലെറ്റേഴ്സിലായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അണ്ടർസ്കോർ ഒഴികെയുള്ള സ്പെഷ്യൽ സിമ്പിൾസ് ഉപയോഗിക്കരുത് വേരിയബിൾ നെയിം കൊടുക്കുമ്പോൾ. ഇനി ലെങ്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഈക്വൽ ടു ഇട്ട് കൊടുക്കുക. ഈ ലെങ്ത് എന്ന വേരിയബിളിലേക്ക് നമുക്കൊരു ഡാറ്റ സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്യേണ്ടത് 120 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. ഞാൻ 120 എന്ന് ടൈപ്പ് ചെയ്തു, അത്രയും വേണം. അപ്പോൾ 120 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ഇങ്ങോട്ടേക്ക് ലെങ്ത് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അടുത്ത ലൈനിലേക്ക് പോവാം. അടുത്തത് എന്താ? ലെങ്ത് കഴിഞ്ഞാൽ വിഡ്ത്ത് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. വിഡ്ത്ത് എന്ന് പറഞ്ഞ് കൊടുക്കണമെന്നില്ല. W എന്ന് കൊടുത്താലും ഇനി ABCD എന്ന് വേണ്ടിക്കാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും വേരിയബിൾ നെയിം കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഈക്വൽ ടു ഇടുന്നു. അടുത്ത വാല്യൂ കൊടുക്കുക. 50 അല്ലേ ഇവിടെ ഉള്ളത്? ആ 50 എന്ന വാല്യൂ കൊടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ രണ്ട് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി നമുക്കിത് രണ്ടും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യണം. എന്ത് കാൽക്കുലേഷനാണ് ചെയ്യേണ്ടത്? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ലെങ്ത് ഗുണിക്കണം അഥവാ ഇൻറ്റു ചെയ്യാൻ വേണ്ടി പൈത്തണിൻ്റെ അകത്തുള്ള ഒരു ഓപ്പറേറ്ററാണ് സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാർ ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് 8 എന്ന കീ ഇല്ലേ, അത് കൊടുത്താൽ മതി. ഓക്കെ, അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ സ്റ്റാർ കിട്ടും. മൾട്ടിപ്ലിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാർ ആണ്. ഡിവിഷന് വേണ്ടി നമ്മൾ ആ സ്ലാഷ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, കൂട്ടലാണെങ്കിൽ പ്ലസ് കൊടുക്കും, കുറക്കലാണെങ്കിൽ മൈനസ്. അതിലൊന്നും വ്യത്യാസമില്ല. ഇനി എന്ത് ചെയ്യുന്നു? വിഡ്ത്ത് എന്ന് കൊടുക്കുന്നു. വിഡ്ത്ത്. അപ്പോൾ ഇത് വെറുതെ തോന്നിയ പോലെ കൊടുത്തതല്ല, മുകളിലുള്ള സെയിം സാധനമാണ് കേട്ടോ ഇവിടെ കൊടുത്തത്. അത് സ്പെല്ലിങ് തെറ്റാതെ കൊടുക്കണം. ഇങ്ങനെ നമ്മൾ കൊടുത്ത സാധനം ജസ്റ്റ് ഇങ്ങനെ മാത്രം കൊടുത്താൽ പോരാ. ഇതിനെ നമുക്കൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇവിടെയായിട്ട് ഏരിയ എന്ന് കൊടുക്കുന്നു. ഈക്വൽ ടു ഇട്ട് കൊടുക്കും. ചിലപ്പോൾ നിങ്ങൾ തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഏരിയ എന്നത് ഇവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കും, ഈക്വൽ ടു ഏരിയ എന്ന്. അങ്ങനെ കൊടുക്കരുത്, അത് തെറ്റാണ്. സ്റ്റാർട്ടിങ്ങിൽ വേണം കൊടുക്കാൻ. ഓക്കെ, ഞാനിപ്പോൾ ഇത് മനസ്സിലാകാൻ വേണ്ടിയാണ് ആദ്യം ഞാൻ ആ കാൽക്കുലേഷൻ കാണിച്ചു തന്നത്. ഓക്കെ, അതായത് കാൽക്കുലേറ്റ് ചെയ്തു, അതിൻ്റെ ആൻസർ എന്ത് ചെയ്തു? ഏരിയ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇത്ര മാത്രം ചെയ്താൽ നമുക്ക് യൂസറിൻ്റെ ആൻസർ കാണാൻ പറ്റൂല. ആൻസർ കാണണ്ടെങ്കിൽ
അത് യൂസറിന് കാണിച്ചു കൊടുക്കണം, ഡിസ്പ്ലേ ചെയ്യണം, പ്രിന്റ് ചെയ്ത് കാണിക്കണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് പ്രിന്റ് എന്ന് പറയുന്നത്. പ്രിന്റ് എന്ന് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. ഓക്കെ, പരാന്തസിസ് എന്നാണ് ഈ ബ്രാക്കറ്റ്സ് നമ്മൾ പറയാം. ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് യൂസറിന് എന്തെങ്കിലും കാണിച്ചു കൊടുക്കണമെങ്കിൽ ഏരിയ ഈസ് എന്ന് നമുക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്വാഡ്സിനിടയിലായിട്ട് 2 ഡബിൾ ക്വാഡ്സ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഡബിൾ ക്വാഡ്സിൻ്റെ ഈ ഒരു കീ ഇല്ലേ, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഡബിൾ ക്വാഡ്സ് കിട്ടും. 2 ഡബിൾ ക്വാഡ്സിൻ്റെ ഇടയിലായിട്ട് ഏരിയ ഈസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഏരിയ ഈസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഇവിടെ ടൈപ്പ് ചെയ്യാം, അത് എന്ത് ടൈപ്പ് ചെയ്താലും അത് അതേപോലെ അവിടെ കാണുമെന്ന് മാത്രം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു കൊമ ഇട്ട് കൊടുക്കാം. ഡബിൾ ക്വാഡ്സ് കഴിഞ്ഞതിന് ശേഷം വേണം കൊമയിടാൻ, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കൊമയിടരുത്. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഈ ഏരിയ എന്ന് പറയുന്ന വേരിയബിൾ അതേപോലെ കൊടുക്കുക. എന്തിനാ, ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന കിട്ടിയിരിക്കുന്ന വാല്യൂ ഇവിടെ വന്ന് നിന്നോളും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഈ കൊമയും ക്വാഡ്സൊക്കെ കൊടുക്കുന്നതിന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതൊന്നും കൊടുക്കാതെ ജസ്റ്റ് ഏരിയ എന്ന് കൊടുത്താലും മതി. പക്ഷേ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് വൃത്തിയിൽ ചെയ്യണം. കാരണം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആൻസർ മാത്രമേ യൂസർക്ക് കാണാൻ പറ്റൂ, എന്താണ് എന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ കുറച്ചുകൂടി വൃത്തിയിൽ അത് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തത്. കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഒരു ക്വാഡ്സ് കൊടുത്ത്, ഓക്കെ, ഇവിടെ ഡബിൾ ക്വാഡ്സ് കൊടുത്ത് അതിൻ്റെ ഇടയിൽ എന്ത് കൊടുത്താലും യൂസർക്ക് കാണാൻ പറ്റും. എന്നിട്ടൊരു കൊമ ഇട്ടിട്ട്, ആ ക്വാഡ്സ് കഴിഞ്ഞിട്ടൊരു കൊമ ഇട്ടിട്ട് നമുക്ക് വരേണ്ട വാല്യൂ, ഏരിയ എന്ന വേരിയബിളുള്ള വാല്യൂ ആണ് വരേണ്ടത്, അത് കൊടുത്തു. ഇനി നമുക്കിത് സേവ് ചെയ്യാം. ഫയലിൽ സേവ്, ഫയലിൽ കുറച്ച് ഇങ്ങോട്ടേക്ക് വരിക. exam10 എന്ന ഫോൾഡറിനകത്ത് ഇവിടെയാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്. രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണോ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. നിങ്ങളുടെ പൈത്തണിൻ്റെ പ്രോഗ്രാമൊക്കെ 3-ലാണ് വരിക. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം 5 എന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. സേവ് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ റണ്ണ് ചെയ്യണം. റൺ മൊഡ്യൂൾ. ഇതാണ് ഷെൽ പ്രോംപ്റ്റ്. ഇവിടെയാണ് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുക, ഈ ഒരു വിൻഡോയിൽ. ഇവിടെ എല്ലാ ഔട്ട്പുട്ട് ഉണ്ടാവുക ഈ ഒരു വിൻഡോയിലാണ് കിട്ടുക. ഓക്കെ, ഏരിയ ഈസ്, അത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ആൻസർ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. സോ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആയി. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾക്കിത് നമ്മൾ ഐഡിയലാണ് ചെയ്തത്. ഇതല്ലാതെ ടെക്സ്റ്റ് എഡിറ്ററിൽ സെയിം പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്ന് കൂടി കാണിച്ചു തരാം. ടെക്സ്റ്റ് എഡിറ്ററിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത തിയറി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ആദ്യം ഞാൻ ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, വേറെ ഒന്നുമില്ല, സെയിം പ്രോഗ്രാം എങ്ങനെ ടെക്സ്റ്റ് എഡിറ്ററിലും കൂടി ചെയ്യാമെന്ന് കാണിച്ചു തരുന്നതാണ്. ഷോ ആപ്ലിക്കേഷൻസ് എടുക്കുക, ടെക്സ്റ്റ് എഡിറ്റർ എന്ന് സെർച്ച് ചെയ്യാം. ടെക്സ്റ്റ് എഡിറ്റർ, അപ്പോൾ ഒരു വിൻഡോ കിട്ടും. ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു വിൻഡോ ആണ്. ഇവിടെ നമ്മുടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ഇത് സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ ഇവിടെ സേവ് ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യാം. എവിടെ സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഹോമിൽ തന്നെയാണുള്ളത്. ഹോമിൽ ഇവിടെ exam10 എന്ന ഫോൾഡറിൽ ഇവിടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. 1 2 3 4 5 അണ്ടർസ്കോർ, ഞാൻ തൽക്കാലം 6 എന്ന് കൊടുക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പറാണ് കൊടുക്കേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക, സേവ് ബട്ടൺ കൊടുക്കുക. എന്നിട്ട് .py എന്ന എക്സ്റ്റൻഷൻ നിർബന്ധമായും കൊടുക്കുക. ടെക്സ്റ്റ് എഡിറ്ററിൽ നിങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ട് അത് സേവ് ചെയ്യുന്ന സമയത്ത് .py എന്ന എക്സ്റ്റൻഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ കൊടുക്കണം. ഓക്കെ അല്ലേ? .py എന്ന് പറയുന്നത് പൈത്തൺ ഫയലിൻ്റെ എക്സ്റ്റൻഷനാണ്. അത് കൊടുത്തു, സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ മാത്രം നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. നമ്മൾ ടെക്സ്റ്റ് എഡിറ്ററിൽ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് എഡിറ്ററിൻ്റെ അകത്ത് നമുക്ക് റണ്ണ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. അപ്പോൾ ടെക്സ്റ്റ് എഡിറ്ററിൽ ചെയ്തൊരു സാധനം നിങ്ങൾക്ക് റണ്ണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സേവ് ചെയ്ത ഫോൾഡറിലേക്ക് പോകണം. സേവ് ചെയ്ത ഫോൾഡറിലേക്ക് വരാം. ഇവിടെ ഫയൽസ് ഇല്ലേ, ഫയൽസ് എടുക്കുക. എവിടെയാണ് സേവ് ചെയ്യുന്നത് നോക്കുക. സേവ് ചെയ്തത് എവിടെയാണ്? exam10 അത് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ ലാസ്റ്റ് സേവ് ചെയ്ത ഒരു ഫയൽ കാണാൻ പറ്റും. ഇവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഓപ്പൺ ഇൻ ടെർമിനൽ എന്ന് കാണാലോ, അത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടെർമിനൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഒരു കമാൻഡ് കൊടുക്കണം, പൈത്തൺ 3 എന്നൊരു കമാൻഡ് കൊടുക്കുക. സ്പേസ് ഇടുക. എന്താണോ നിങ്ങളുടെ ഫയൽ നെയിം 1 2 3 4 5 അണ്ടർസ്കോർ 6.py അത് അതേപോലെ കൊടുക്കുക. പൈത്തൺ 3 എന്ന് പറയുന്ന ആ ഒരു ലൈൻ, ആ ഒരു വേർഡ് അങ്ങനെ കൊടുക്കുക. അതൊരു സോഫ്റ്റ്വെയർ ആണ്. നമുക്കിത് റണ്ണ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഒരു പൈത്തൺ നമ്മൾ ഫയൽ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് റൺ ചെയ്ത് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പൈത്തൺ 3 എന്ന് കൊടുക്കണം. എന്നിട്ട് ഫയൽ നെയിം കൊടുക്കുക. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്ത് നോക്കി, കണ്ടില്ലേ? അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെയും കിട്ടും. അപ്പോൾ ടെക്സ്റ്റ് എഡിറ്ററിലും കൂടി നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്.
ക്ലിയർ അല്ലേ? അടുത്തൊരു ചോദ്യമാണ് 3ന്റെ ഗുണനപ്പട്ടിക പ്രിന്റ് ചെയ്യാനുള്ള പൈത്തൺ പ്രോഗ്രാം താഴെ കൊടുത്തിരിക്കുന്നു. The Python program to print the multiplication table of 3 is given below. 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ ഒരു പ്രോഗ്രാം ഇവിടെ ഉണ്ട്. ഈ ഒരു പ്രോഗ്രാം നമ്മളോട് ടൈപ്പ് ചെയ്ത് റൺ ചെയ്യാനാണ് പറയുന്നത്. ടൈപ്പ് ദ പ്രോഗ്രാം ആൻഡ് സേവ് ഇറ്റ് വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ആസ് ദ ഫയൽ നെയിം ടു ദ ഫോൾഡർ exam10 in home. Run the program and observe the output. അപ്പോൾ ഇത് നമുക്ക് ടൈപ്പ് ചെയ്യാം. അതിനുവേണ്ടി IDLE ഓപ്പൺ ചെയ്യുന്നു. ഷോ ആപ്ലിക്കേഷൻസിലേക്ക് പോയി IDLE ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ IDLE ഇവിടെയുണ്ട്. ഫയലിൽ ന്യൂ ഫയൽ കൊടുക്കുക. ഫയലിൽ ന്യൂ ഫയൽ നമുക്കറിയാം. ഫയലിൽ ന്യൂ ഫയൽ എടുത്താൽ കിട്ടുന്നത് എഡിറ്റർ വിൻഡോ ആണ്. ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. എന്താ ടൈപ്പ് ചെയ്യേണ്ടത്? ഇവിടെ തന്നുള്ള പ്രോഗ്രാം അതേപോലെ നോക്കി ടൈപ്പ് ചെയ്യുക. കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻഡന്റേഷൻ ഒക്കെ, ഇൻഡന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പേസിനെയാണ് നമ്മൾ ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്. ഈ കോളനും കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ വേറെ പല എറേഴ്സ് വരും. ഓക്കെ, സിൻടാക്സ് എററും കാര്യങ്ങളൊക്കെ വരും. ഫയലിൽ സേവ് കൊടുക്കുക. എവിടെ സേവ് ചെയ്യണം? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് exam10 സേവ് ചെയ്യേണ്ടത്. exam10 പേര് കൊടുക്കുക 1 2 3 4 5 രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണോ അത് കൊടുക്കുക. ഞാൻ തൽക്കാലം 8 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണോ അത് കൊടുക്കുക. സേവ് കൊടുക്കുക. സേവ് കൊടുത്താൽ മാത്രം നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ പറ്റില്ല. ഔട്ട്പുട്ട് കാണണമെങ്കിൽ റൺ മൊഡ്യൂൾ കൊടുക്കണം. റൺ മൊഡ്യൂൾ. അപ്പോൾ കണ്ടില്ലേ, ആ ഗുണനപ്പട്ടിക മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്കിവിടെ കിട്ടി. പക്ഷെ എന്താ പ്രശ്നം? 1 2 3 4 വരെ കിട്ടിയിട്ടുള്ളൂ. ചോദ്യത്തിൽ എന്താ പറഞ്ഞേ? മോഡിഫൈ ദ പ്രോഗ്രാം ടു ഗെറ്റ് പ്രിന്റ് അപ് ടു 10 into 3 ആൻഡ് സേവ് ഇറ്റ്. അതായത് 10 ഗുണിക്കണം 3 വരെ. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 4 ഗുണിക്കണം 3 വരെ മാത്രം. നമുക്കത് 10 വരെ ആക്കണം. അത് ഈ പ്രോഗ്രാം കോഡ് കൃത്യമായിട്ട് അറിഞ്ഞാൽ മതി. ഇവിടെ നമുക്ക് പ്രോഗ്രാം ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. I equal to 1, അതായത് ജസ്റ്റ് I എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുത്തു. അതിൽ 1 എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്തു. വൈൽ എന്ന് പറയുന്ന ഒരു ലൂപ്പാണ്. ഈ ലൂപ്പിൻ്റെ അകത്ത് എന്ത് കോഡ് കൊടുത്തു കഴിഞ്ഞാലും അത് ആ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരെ റിപ്പീറ്റായി എക്സിക്യൂട്ട് ചെയ്യും. വീണ്ടും 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 ലൂപ്പായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യും. അതിനാണ് വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടീഷൻ എന്താ? I less than 5. 5ന്റെ വാല്യൂ 5ൽ കുറവാണെങ്കിൽ അത് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കണം. 5ഓ 5ൽ കൂടുതലോ ആയ അപ്പോൾ അത് നിൽക്കണം. അതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ പ്രിന്റ് കൊടുത്തു. പ്രിന്റ് I എന്ന് പറഞ്ഞു കൊടുത്ത് എന്തിനാ? ഇത് ഈ ഐൻ്റെ വാല്യൂ ഇങ്ങനെ വരാം. ഐൻ്റെ വാല്യൂ ആണ് 1 2 3 4. ഓക്കെ, അടുത്തത് ഈ ഇൻറ്റു 3 എന്നൊക്കെ പറയുന്നത് അത് അതേപോലെ വരാൻ വേണ്ടിയാണ്. അതേപോലെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ കൊടുക്കേണ്ട വാല്യൂ, ആ വാല്യൂ ആണ് I into 3 എന്ന് പറഞ്ഞ് കൊടുത്തത്. അത് അത്രയേ ഉള്ളൂ. ജസ്റ്റ് അത്ര മാത്രം മനസ്സിലാക്കാം. ഇനി ഓരോ ഐട്രേഷൻ മീൻസ് ഓരോ തവണ ഇതിങ്ങനെ കറങ്ങി വരുന്ന സമയത്ത് ഐൻ്റെ വാല്യൂ കൂടണം. അതിനാണ് I equal to I plus 1. ഫസ്റ്റ് ഐൻ്റെ വാല്യൂ 1 ആണ്. ഇതിലേക്ക് കടന്നു, ഒരിക്കൽ എക്സിക്യൂട്ടായി. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഐൻ്റെ വാല്യൂ 1 കൂട്ടി. തിരിച്ച് ഇങ്ങോട്ടേക്ക് അതെത്തും. ഐൻ്റെ വാല്യൂ ഇപ്പോൾ 2 ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഐൻ്റെ വാല്യൂ ഇപ്പോൾ 2 അല്ലേ? 2 5നേക്കാൾ കുറവാണോ? അതെ. അതുകൊണ്ട് വീണ്ടും എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഐൻ്റെ വാല്യൂ 2 ആയി. അങ്ങനെ വീണ്ടും ഐട്രേഷനിലേക്ക് പോയി. അങ്ങനെ വീണ്ടും വീണ്ടും എക്സിക്യൂട്ടായി 5ൽ കുറവെത്തുന്നത് വരെ വരും. അതുകൊണ്ടാണ് 4 വരെ പ്രിന്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 10 വരെ വേണ്ടിക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ 11 എന്ന് കൊടുത്താൽ മതി. 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 9 വരെ പ്രിന്റ് ആവും. കാരണം എന്താ? ലെസ് ദേനാ കൊടുത്തത്. ലെസ് ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഇൻക്ലൂഡ് ആവൂല. ഓക്കെ, 10 ഇൻക്ലൂഡ് ആണെങ്കിൽ ഈക്വൽ ടു കൂടി കൊടുക്കണം. ഓക്കെ, ലെസ് ദേൻ ഓർ ഈക്വൽ ടു കൂടി കൊടുക്കണം. ഇവിടെ 10ൽ കുറവ് എന്നാണ്. അതുകൊണ്ട് നമുക്കിവിടെ 11 കൊടുത്താൽ മതി. 11 എത്തുന്നതിന് മുമ്പ് വരെ അത് പ്രിന്റ് ആവും. ഇനി നമുക്കിത് സേവ് ചെയ്യാം. ഇത്രയേ മാറ്റം വരുത്തിയുള്ളൂ. ഇവിടെ 5 മാറ്റിയിട്ട് 11 ആക്കി. 5 കൊടുത്തത് കൊണ്ട് 4 വരെ പ്രിന്റ് ചെയ്തു. ഇവിടെ 11 കൊടുക്കുമ്പോൾ 10 വരെ പ്രിന്റ് ചെയ്യും. സേവ് ചെയ്യാം. ഫയലിൽ സേവ്. റൺ ചെയ്യാം. റൺ മൊഡ്യൂൾ കണ്ടില്ലേ? 1 മുതൽ 10 വരെ നമുക്കത് ആ ഗുണനപ്പട്ടിക മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കിട്ടി. അടുത്തൊരു ചോദ്യമാണ്. ഗിവൺ ബിലോ ഈസ് എ പൈത്തൺ പ്രോഗ്രാം ടു ഗെറ്റ് ദ മെസ്സേജ് ദാറ്റ് യു ആർ എ സ്റ്റുഡൻറ് ഓഫ് ഡാഷ് when the name of your school is given. When the name of your school is given, there is a mistake in the second line. ഇതിൽ ആകെ 2 ലൈനേ ഉള്ളൂ. അതിൽ രണ്ടാമത്തെ ലൈനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന പൈത്തൺ പ്രോഗ്രാമിൽ സ്കൂളിൻ്റെ പേര് നൽകിയാൽ യു ആർ എ സ്റ്റുഡൻറ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഡാഷ്, അതായത് ഇവിടെ നമുക്ക് സ്കൂളിൻ്റെ പേരാണ് വരേണ്ടത് എന്ന സന്ദേശം ലഭിക്കുന്നു. 2ാം വരിയിൽ ഒരു പിശകുണ്ട്, ഒരു എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത്
ശരിയായ ഔട്ട്പുട്ട് ലഭിക്കുന്നതിനായി തിരുത്തി ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ആയിട്ട് അത് നമ്മൾ സേവ് ചെയ്യണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോഗ്രാം അതേപോലെ ടൈപ്പ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡിൽ ഓപ്പൺ ചെയ്യുന്നു. ഞാനിപ്പോൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഐഡിലാണ്. ഓക്കെ, താഴെ ഷോ ആപ്ലിക്കേഷൻസ് എടുക്കുക. ഷോ ആപ്ലിക്കേഷൻസ് എടുക്കുന്നു. ഇവിടെ ഐഡിൽ എന്ന് സെർച്ച് ചെയ്യുന്നു, IDLE. അപ്പോൾ ഐഡിൽ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. നമുക്ക് പൈത്തൺ പ്രോഗ്രാം ഐഡിൽ ഉപയോഗിച്ചിട്ടും ചെയ്യാം, ഈ ഒരു IDL ഉപയോഗിച്ചിട്ടും ചെയ്യാം, ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ചിട്ടും ചെയ്യാം. ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മളത് റൺ ചെയ്യുമ്പോൾ ടെർമിനലിൽ പോയിട്ട് റൺ ചെയ്യണം. അത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, ടെർമിനലിൽ പോയിട്ട് റൺ ചെയ്യണം, എന്നാലേ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഐഡിയിലാകുമ്പോൾ ടെർമിനലിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് റണ്ണ് കൊടുക്കാൻ പറ്റും അവിടെ നിന്ന് തന്നെ. ഫയലിൽ ന്യൂ കൊടുക്കുക. എല്ലാവരും തെറ്റിക്കുന്നതാണ്, ഇവിടെ കൊണ്ടുപോയിട്ട് ടൈപ്പ് ചെയ്യാം. ഇവിടെയല്ല നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്, ഫയലിൽ ന്യൂ ഫയൽ കൊടുക്കുക. ഫയലിൽ ന്യൂ ഫയൽ. അപ്പോൾ കിട്ടുന്ന ഒരു ഫ്രഷ് വിൻഡോയിൽ എഡിറ്റർ വിൻഡോ എന്നാണ് ഇതിന് പറയാം. ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ കൊടുത്തുള്ള പ്രോഗ്രാം അതേപോലെ അവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്കിന്ന് സേവ് ചെയ്ത് നോക്കാം. ഫയലിൽ സേവ് ചെയ്യുക. റണ്ണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഫയൽ സേവ് ചെയ്തിരിക്കണം. ഫയലിൽ സേവ് ചെയ്യാം. എവിടെയാണ് സേവ് ചെയ്യേണ്ടത്? നമ്മുടെ ഫോൾഡറിലേക്ക് വരണം. കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ exam10 എന്ന ഫോൾഡർ കാണാം. ആ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെയാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്. സേവ് ചെയ്യുമ്പോൾ ചോദ്യത്തിൽ പറയുന്നുണ്ട് രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ആയിട്ടാണ് സേവ് ചെയ്യേണ്ടത്. രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണോ ആ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക. ഓക്കെ, മിക്കവാറും നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആയിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം 4 എന്ന് കൊടുത്തു എന്ന് മാത്രം. സേവ് ബട്ടൺ ഉണ്ട്, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്കിതിനെ റൺ ചെയ്ത് നോക്കണം. റണ്ണിൽ റൺ മൊഡ്യൂൾ. അപ്പോൾ സ്കൂളിൻ്റെ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് GVHSS എന്ന് മാത്രം കൊടുക്കുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യും. അപ്പോൾ തന്നെ അവിടെ ഒരു എറർ വന്നു. എന്താ എറർ? നെയിം എറർ. നെയിം P is not defined. അതായത് ഈ രണ്ടാമത്തെ ലൈൻ നോക്കിയേ, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് രണ്ടാമത്തെ ലൈനിലെ ഇഷ്യൂ എന്നുള്ളത്. ഇവിടെ നോക്കിയേ, S = ഇൻപുട്ട് എൻ്റർ സ്കൂൾ നെയിം. അതായത് സ്കൂൾ നെയിം നമ്മൾ യൂസറിൻ്റെ അടുത്ത് ചോദിച്ചു, അതിനാണ് ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചത്. അപ്പോൾ ചോദിച്ചിട്ട് ആ യൂസർ ടൈപ്പ് ചെയ്ത് ആ ഒരു സ്കൂളിൻ്റെ നെയിം സ്റ്റോർ ആവുന്നത് എവിടെയാണ്? S എന്ന വേരിയബിളിലാണ് അല്ലേ? S എന്ന വേരിയബിളിലേക്കാണ്. S എന്ന് പറയുന്നത് വേരിയബിളാണ്. വേരിയബിൾ ഉപയോഗിക്കുന്നത് ഒരു ഡാറ്റ നമ്മൾ താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. വേരിയബിളിലേക്ക് അത് സ്റ്റോർ ആയി. ഇനി നമ്മൾ പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് യൂസറിന് കാണിച്ചു കൊടുക്കാൻ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് പ്രിന്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. പ്രിന്റ് ഫംഗ്ഷൻ കൊടുത്തിട്ട് യു ആർ എ സ്റ്റുഡൻറ് ഓഫ് എന്ന് പറഞ്ഞു കൊടുത്തു. ഡബിൾ ക്വാഡ്സിനകത്ത് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ നമുക്കവിടെ കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ടൊരു കൊമ ഇടണം. കൊമ നിർബന്ധമായിട്ട് ഇടണം. എന്നിട്ട് P കൊടുത്തു. അതായത് P എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. P എന്ന് കൊടുക്കുമ്പോൾ Pൻ്റെ അകത്തുള്ള വാല്യൂ എന്താണോ അതാണ് വരേണ്ടത്. പക്ഷേ ഈ P എന്ന് പറയുന്ന വേരിയബിളിൽ എന്തെങ്കിലും ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ശരിക്കും നമുക്ക് ഇവിടെ വേണ്ടത് സ്കൂളിൻ്റെ പേരാണ്. സ്കൂളിൻ്റെ പേര് ഏത് വേരിയബിളിലാണ് സ്റ്റോർ ആയിട്ടുള്ളത്? S-ലല്ലേ. അപ്പോൾ ഇവിടെ P എന്ന് കൊടുത്താൽ ശരിയാവോ? ഇല്ല. അവിടെ എന്ത് കൊടുക്കണം? S എന്ന് കൊടുക്കണം. എന്നാലല്ലേ S-ലുള്ള വാല്യൂ അങ്ങോട്ട് വരൂ. അപ്പോൾ S എന്ന് കൊടുത്തു. ഇനി ഇത് സേവ് ചെയ്യാം. ഫയലിൽ സേവ്. ഇനി നമുക്ക് റൺ ചെയ്യാം. റണ്ണിൽ റൺ മൊഡ്യൂൾ. റണ്ണിൽ റൺ മൊഡ്യൂൾ. നമ്മളോട് സ്കൂളിൻ്റെ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ GVHSS എന്ന് കൊടുക്കുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ യു ആർ എ സ്റ്റുഡൻറ് ഓഫ് GVHSS. ഓക്കെ അല്ലേ?